ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു സിവിൽ ടിപ്സ് PSC. അപ്പോൾ ഇന്ന് നമ്മൾ ടിമ്പർ എന്ന പോർഷനിലുള്ള ഒരു ടിമ്പറിൻ്റെ ഡിഫക്റ്റുകളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ പെട്ടെന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ നമുക്ക് എല്ലാവരും പൂർണ്ണമായിട്ട് തന്നെ കാണുക, നമുക്ക് ഈസി ആയിട്ട് ഇത് പഠിച്ചു തീർക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് ഡിഫക്റ്റ് ഇൻ ടിമ്പറിലെ ഡിഫക്റ്റ് ഡ്യൂ ടു കൺവേർഷൻ. ഓക്കെ, കൺവേർഷൻ മൂലമുണ്ടാകുന്ന ഡിഫക്റ്റുകളാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഓക്കെ, കൺവേർഷൻ മൂലമുണ്ടാകുന്ന ഡിഫക്റ്റുകളാണ് നമ്മൾ ഇന്ന് ആദ്യം നോക്കുന്നത്. അതിൽ ആദ്യത്തേതാണ്ട ചിപ്പ് മാർഗം. ഓക്കെ, ചിപ്പ് മാർഗം എന്ന് പറഞ്ഞാൽ എന്താണ്ട, നമ്മൾ ഇംപ്രോപ്പർ പ്ലെയിനിങ് മൂലമുണ്ടാകുന്ന ഒരു ഡിഫക്റ്റാണ് ചിപ്പ് മാർഗം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഇംപ്രോപ്പർ? ഓക്കെ, ഇംപ്രോപ്പർ പ്ലെയിനിങ് മൂലമുണ്ടാകുന്ന ഒരു ഡിഫക്റ്റിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്, ചിപ്പ് മാർഗം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ ഈ താഴത്തെ ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, വുഡനെ നമ്മളിപ്പോൾ വീട്ടിൽ ഇപ്പോൾ ആശാരിപ്പണിയൊക്കെ ചെയ്യാൻ വരുന്നവർ അവർ ഈ കൈ കൊണ്ട് ഇതുപോലത്തെ ഒരു മെഷീൻ വെച്ചിട്ട്, ഒരു ഉപകരണം വെച്ചിട്ട് തടി ഇങ്ങനെ ചീവാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ചീവുമ്പോൾ ഇതുപോലുള്ളൊരു പീസൊക്കെ നമുക്കവിടെ വീഴുന്നത് കാണാം. ഇതുപോലെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രഷറിലായിരിക്കും നമ്മളത് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ഉപകരണം മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ടൂൾ മൂവ് ചെയ്യുന്നത് അങ്ങനെ ഒരു കോൺസ്റ്റൻറ്റ് പ്രഷറിൽ നിന്ന് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു പ്രഷർ കൂടി പോവുകയോ അല്ലെങ്കിൽ അത് ഒന്ന് ഡയറക്ഷൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയി പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ടിമ്പർ പീസിൽ ഈ ഒരു ഫിഗറിൽ കാണുന്നത് പോലെ ഇതുപോലുള്ള ഒരു മാർഗ് അവിടെ ഫോം ചെയ്യും. ഇതുപോലുള്ളൊരു ഡിഫക്റ്റ് ഫോം ചെയ്യും. അതിനെയാണ് ഈ ഒരു ചിപ്പ് മാർഗം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചിപ്പ് മാർഗം എന്ന് പറഞ്ഞാൽ ഇംപ്രോപ്പർ പ്ലെയിനിങ് മൂലമുണ്ടാകുന്ന ഒരു ഡിഫക്റ്റിനെയാണ് നമ്മൾ ചിപ്പ് മാർഗം എന്ന് പറയുന്നത്. ഓക്കെ, അത് എവിടെയാണ് ഫോം ചെയ്യുന്നത്? ആ ഒരു ടിമ്പർ പീസിൻ്റെ ആ ഒരു സർഫേസിലാണ് ആ ഒരു ഡിഫക്റ്റ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത് ഓർമ്മിക്കുക, ഡിഫക്റ്റ് ഡ്യൂ ടു കൺവേർഷൻ മൂലമുണ്ടാകുന്ന ഡിഫക്റ്റുകളാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അതിലാദ്യത്തേതാണ് ചിപ്പ് മാർഗം. ഓക്കെ, ചിപ്പ് മാർഗം നമ്മൾ നോക്കി. ദെൻ അടുത്ത് നമുക്ക് നോക്കേണ്ടതാണ് ഡയഗണൽ ഗ്രെയിൻസ്. ഓക്കെ, ഡയഗണൽ ഗ്രെയിൻസ് എന്ന് പറഞ്ഞാൽ ഇംപ്രോപ്പർ സോയിങ് മൂലമുണ്ടാകുന്ന ഒരു ഡിഫക്റ്റിനെയാണ് നമ്മൾ ഡയഗണൽ ഗ്രെയിൻസ് എന്ന് പറയുന്നത്. അതായത് എന്താണ് ഇംപ്രോപ്പർ സോയിങ്, അതായത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ബ്ലൈഡ് വെച്ചിട്ടാണ് നമ്മൾ മില്ലിലൊക്കെ നമ്മൾ ആ ഒരു വുഡൻ ഒരു ടിമ്പർ പീസൊക്കെ കട്ട് ചെയ്യുന്നത് കണ്ടിട്ടുള്ളവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും. ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്ന ഒരു ബ്ലൈഡിലാണ് വുഡ് പീസ് ഇങ്ങനെ നീക്കി കൊണ്ടുപോയിട്ട് കട്ട് ചെയ്യുന്നത്. ഓക്കെ, അത് ആ ഒരു ബ്ലൈഡിന് സ്ട്രെയിറ്റ് ഡയറക്ഷനിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ ഇംപ്രോപ്പർ സോയിങ് എന്ന് പറയുന്നത്. ആ ഒരു ഡിഫക്റ്റിനെയാണ് നമ്മൾ ഡയഗണൽ ഗ്രെയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ഡിഫക്റ്റിനെയാണ് നമ്മൾ ഡയഗണൽ ഗ്രെയിൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഡ്യൂ ടു കൺവേർഷൻ മൂലമുണ്ടാകുന്ന ആ ഒരു ഡിഫക്റ്റ് നമ്മൾ പഠിച്ചു. ചിപ്പ് മാർഗം എന്ന് പറഞ്ഞാൽ ഇംപ്രോപ്പർ പ്ലെയിനിങ്, ആ ഒരു പോയിന്റ് മാത്രമേ അതിലുള്ളൂ. ഓക്കെ, ഇംപ്രോപ്പർ പ്ലെയിനിങ് മൂലമുണ്ടാകുന്ന ഡിഫക്റ്റിനാണ് നമ്മൾ ചിപ്പ് മാർഗം എന്ന് പറയുന്നത്. ഇതിൽ രണ്ടാമത്തേതാണ് ഡയഗണൽ ഗ്രെയിൻ. ഓക്കെ, ഡയഗണൽ ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംപ്രോപ്പർ സോവിങ് മൂലമുണ്ടാകുന്ന ഒരു ഡിഫക്റ്റിനെയാണ് നമ്മൾ ഡയഗണൽ ഗ്രെയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മൂന്നാമത്തേതാണ് വെയിൻ. ഓക്കെ, വെയിൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫിഗറിൽ കാണുന്നത് പോലെ ഇതൊരു നമ്മൾ കൺവേർഷൻ ചെയ്തെടുത്ത ഒരു ടിമ്പർ പീസാണ്. ആ ഒരു ടിമ്പർ പീസിൽ വുഡിൻ്റെ തോൽ ഉൾപ്പെടെയുള്ള ആ ഒരു ഒറിജിനൽ ആ ഒരു പോർഷൻ നമുക്ക് ആ ഒരു പ്രസൻ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വെയിൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ആ ഒരു ഒറിജിനൽ റൗണ്ടഡ് ഷേപ്പ് അല്ലെങ്കിൽ ആ ഒരു റൗണ്ടഡ് സർഫേസ് പ്രസൻസ് ആയിരിക്കുന്നതിനെയാണ് നമ്മൾ വെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഏതിനാണ്? മാനുഫാക്ചർ ചെയ്ത പീസിൽ. ഓക്കെ, മാനുഫാക്ചർ ചെയ്ത പീസിൽ ആ ഒരു ഒറിജിനൽ റൗണ്ടഡ് സർഫേസ് പ്രസൻ്റ് ആണെങ്കിൽ ആ ഒരു ഡിഫക്റ്റിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? വെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടുത്തെ ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് പ്രസൻസ് ഓഫ് ഒറിജിനൽ റൗണ്ടഡ് സർഫേസ് ഓൺ ദ മാനുഫാക്ചേർഡ് പീസ് ഓഫ് ടിമ്പർ. ഓക്കെ, അതാണ് അവിടുത്തെ ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വെയിൻ എന്താണെന്ന് നമ്മൾ നോക്കി. ഇനി അടുത്ത ഡിഫക്റ്റാണ് ടോൺ ഗ്രെയിൻ. ഓക്കെ, ടോൺ ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല, നമ്മുടെ ഈ പണിക്കാർ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ടൂൾസ് സഡനായിട്ട് ടിമ്പർ പീസിൽ വന്ന് വീഴുകയാണെങ്കിൽ ഇതുപോലുള്ളൊരു മാർഗ്ഗം നമുക്കവിടെ ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിഫക്റ്റിനെയാണ് ടോൺ ഗ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ടൂൾസ് സഡനായിട്ട് വീഴുന്നതിനെയാണ്. ഓക്കെ, ടൂൾസ് സഡനായിട്ട് വീഴുമ്പോൾ ഉണ്ടാകുന്ന ഡിഫക്റ്റിനെയാണ് ടോൺ ഗ്രെയിൻ എന്ന് പറയുന്നത്. സോ ടൂൾസിൻ്റെ ടീം വെച്ച് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി.
ടൂൾസ് സഡനായിട്ട് വീഴുന്ന ഫാളിംഗ് ഓഫ് ടൂൾസ് എന്ന് പറയുന്ന ഒരു ഡിഫക്റ്റിനെയാണ് നമ്മൾ ടോൺ ഗ്രെയിൻസ് എന്ന് പറയുന്നത്, ടോൺ ഗ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കൺവേർഷൻ മൂലമുണ്ടാകുന്ന ഡിഫക്റ്റിൽ ഇത്രയും 4 ആദ്യത്തേത് ഏതാണ്ട് ആദ്യത്തേത് ചിപ്പ് മാർക്കാണ്. ഓക്കെ, ചിപ്പ് മാർക്കാണ്. ചിപ്പ് മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംപ്രോപ്പർ പ്ലെയിനിങ് മൂലം ഉണ്ടാകുന്നതാണ്. ദെൻ രണ്ടാമത്തതാണ് ഡയഗണൽ ഗ്രെയിൻസ്. ഡയഗണൽ ഗ്രെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംപ്രോപ്പർ സോയിങ് മൂലം ഉണ്ടാകുന്ന ഒരു ഡിഫക്റ്റാണ് ഡയഗണൽ ഗ്രെയിൻസ് എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തത് വെയിൻ ആണ്. വെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മാനുഫാക്ചർ ചെയ്ത ടിമ്പർ പീസിൽ ആ ഒരു ടിമ്പറിൻ്റെ ഒറിജിനൽ റൗണ്ടഡ് സർഫേസ് പ്രസൻസ് ആണെങ്കിൽ ആ ഒരു ഡിഫക്റ്റിനെയാണ് നമ്മൾ വെയിൻ എന്ന് പറയുന്നത്. ദെൻ ടൂൾസ് സഡനായിട്ട് ടിമ്പർ പീസിൽ വീഴുന്ന ആ ഒരു ഡിഫക്റ്റിനെയാണ് നമ്മൾ ടോൺ ഗ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആ ഒരു കൺവേർഷനിൽ ഉള്ള ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത് നമുക്ക് നോക്കേണ്ടതാണ് ഡിഫക്റ്റ് ഡ്യൂ ടു ഇൻസെക്റ്റ് ആണ് കേട്ടോ. ഇത് ഡിഫക്റ്റ് ഡ്യൂ ടു കൺവേർഷനില്ല. കൺവേർഷൻ നമ്മൾ ആദ്യം പഠിച്ചതാണ്. ഇത് ഡിഫക്റ്റ് ഡ്യൂ ടു ഇൻസെക്റ്റ് ആണ്. ഓക്കെ, ഡിഫക്റ്റ് ഡ്യൂ ടു ഇൻസെക്റ്റ്. ഓക്കെ, ഡിഫക്റ്റ് ഡ്യൂ ടു ഇൻസെക്റ്റ് ആണ് നമ്മളടുത്ത് നോക്കുന്നത്. ഓക്കെ, ഡിഫക്റ്റ് ഡ്യൂ ടു ഇൻസെക്റ്റിൽ നമുക്ക് നോക്കാം. ഈ ഒരു ഫിഗറിൽ കാണുന്ന 3 ഡിഫക്റ്റാണ് നമുക്ക് ആ ഒരു ഡിഫക്റ്റ് ഡ്യൂ ടു ഇൻസെക്റ്റിൽ നോക്കാനുള്ളത്. അത് ആദ്യത്തേതാണ് ബീറ്റിൽ. ഓക്കെ, ബീറ്റിൽ ഈ ഒരു ഫിഗർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതുപോലത്തെ ഒരു പ്രാണി ആ ഒരു ടിമ്പർ പീസിൽ ഇതുപോലുള്ളൊരു ഹോൾസ് ഉണ്ടാക്കും. ആ ഒരു ഡിഫക്റ്റിനെയാണ് ബീറ്റിൽ എന്ന് പറയുന്നത്. ഇവിടെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു പിൻ ഹോൾസിനെയാണ്. ഈ ഒരു ഹോൾസിനെ നമ്മൾ പിൻ ഹോൾസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ആ ഒരു പിൻ ഹോൾസിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 2 mm ആണ്. ഓക്കെ, 2 mm ആണ് ഈ ഒരു പിൻ ഹോൾസിൻ്റെ ഡയമീറ്റർ ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബീറ്റിൽ എന്ന് പറഞ്ഞാൽ പിൻ ഹോൾസ് ഓഫ് 2 mm ഡയമീറ്റർ. ഓക്കെ, ആ ഒരു ഡിഫക്റ്റ് ആ ഒരു പിൻ ഹോൾസ് ഓഫ് 2 mm ഡയമീറ്റർ ഉണ്ടെങ്കിൽ ആ ഒരു ഡിഫക്റ്റ് എന്ന് പറയുന്നത് ബീറ്റിലാണ്. ദെൻ അതുപോലെ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു ടിമ്പറിനെ, ഈ ഒരു പ്രാണി, ഓക്കെ, ഈ ഒരു പ്രാണി ടിമ്പറിനെ ഒരു വൈറ്റ് പൗഡറിലോട്ട് കൺവേർട്ട് ചെയ്യും, വൈറ്റ് പൗഡറാക്കി മാറ്റും. ഓക്കെ, റെഡ്യൂസ് ദ ടിമ്പർ ടു വൈറ്റ് പൗഡർ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 2 പോയിൻ്റാണ് ഇതിനുള്ളത്. ഒന്നാമത്തത് ആ ഒരു പിൻ ഹോൾസിൻ്റെ ഡയമീറ്റർ പഠിക്കണം കേട്ടോ. ഡയമീറ്റർ എന്ന് പറയുന്നത് 2 mm ആണ്. ഓക്കെ, ഡയമീറ്റർ 2 mm ആണ്. ദെൻ നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് റെഡ്യൂസ് ദ ടിമ്പർ. reduce the timber to white powder. Okay, reduce the timber to white powder. വൈറ്റ് പൗഡറിലോട്ട് ടിമ്പറിനെ അത് റെഡ്യൂസ് ചെയ്ത് മാറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു 2 പോയിൻ്റാണ് ആ ബീറ്റിൽ എന്ന ഒരു ഡിഫക്റ്റിലുള്ളത്. ദെൻ രണ്ടാമത്തതാണ് മറൈൻ ബോറർ. ഓക്കെ, മറൈൻ ബോറർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ബീറ്റിൽ കണ്ടതുപോലെ ഹോൾസ്, ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഹോൾസ് ഫോം ചെയ്യുന്നതാണ്. എന്നാൽ ഈ ഒരു ഹോൾസിൻ്റെ ഡെപ്ത്ത് അല്ലെങ്കിൽ ഡയമീറ്ററൊക്കെ വ്യത്യാസമുണ്ട്. ഓക്കെ, അത് ക്രിയേറ്റ് ചെയ്യുന്ന ഹോൾസ് അതിന് ഡയമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഡയമീറ്റർ 25 mm ആണ്. ഓക്കെ, 25 mm ആണ്. അതുപോലെ അതിന് ഡെപ്ത്ത് പറയുന്നുണ്ട്. ഓക്കെ, ഡെപ്ത്ത് വരുന്നത് 60 mm ആണ്. ഓക്കെ, ഡെപ്ത്ത് വരുന്നത് 60 mm ആണ് ഈ ഒരു മറൈൻ ബോററുള്ളത്. ഇതും ഒരു ഡിഫക്റ്റ് ടിമ്പറിൽ ആ ഒരു ഇൻസെക്റ്റ് മൂലമുണ്ടാകുന്ന ഡിഫക്റ്റാണ്. ആ ഒരു ഹോൾസ് തന്നെയാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഡയമീറ്റർ ഓർമ്മിക്കുക. ബീറ്റിൽസിലാണെങ്കിൽ ചെറിയ പിൻ ഹോൾസ് ആണ് വരുന്നത്. ഓക്കെ, ബീറ്റിൽസിൽ ചെറിയ പിൻ ഹോൾസ് ആണ് വരുന്നത്. അതെന്താണ്? അത് ഡയമീറ്റർ പറയുന്നത് 2 mm ആണ് പറയുന്നത്. അതുപോലെ അത് നമ്മുടെ ടിമ്പർ പീസിനെ വൈറ്റ് പൗഡറിലോട്ട് അത് റെഡ്യൂസ് ചെയ്യും. ഓക്കെ, അത്രയാണ് ആ ഒരു ബീറ്റിൽ പറയുന്നത്. ദെൻ മറൈൻ ബോറിലോട്ട് വന്നു കഴിഞ്ഞാൽ അതിന് ഡയമീറ്റർ പറയുന്നത് 25 mm ആണ്. ഓക്കെ, 25 mm ആണ് ഡയമീറ്റർ പറയുന്നത്. ഡെപ്ത്ത് വരുന്നത് 60 mm. 60 mm ഡെപ്ത്തിൽ ഈ ഒരു ഡിഫക്റ്റ് ആ ഒരു ടിമ്പർ പീസിൽ സംഭവിക്കും. ഓക്കെ, അപ്പോൾ അതാണ് മറൈൻ ബോറിൽ വരുന്നത്. ഓക്കെ, ദെൻ അടുത്ത ഡിഫക്റ്റാണ് ടെർമൈറ്റ്. ഓക്കെ, ടെർമൈറ്റ് എന്ന് പറയാൻ നമുക്ക് എല്ലാവർക്കും അറിയാം ചിതലാണല്ലേ. ചിതലിനെയാണ് നമ്മൾ ടെർമൈറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ടെർമൈറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് പഠിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ടെർമൈറ്റിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഏത് ടിമ്പർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ആൻസർ എന്ന് പറയുന്നത് തേക്കാണ്. ഓക്കെ, മെയിനായിട്ടുള്ള ഒരു പോയിന്റ്, മെയിനായിട്ടുള്ള ഒരു ആൻസറായിട്ട് വരുന്നത് തേക്കാണ്. ഓക്കെ, തേക്ക്, അതുപോലെ തന്നെ സാല്, അതുപോലുള്ള ട്രീസ് ടെർമൈറ്റ്സിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഒരു ഓപ്ഷനിൽ ടേക്കും സാലും വന്നു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ ഫസ്റ്റ് ചൂസ് ചെയ്യേണ്ടത് ടേക്കാണ്. ടേക്കിനാണ് ഈ ഒരു ടെർമൈറ്റ്സിനെ ഡയറക്റ്റായിട്ട് റെസിസ്റ്റ് ചെയ്യാനുള്ളത് കപ്പാസിറ്റി കൂടുതലുള്ളത് ടേക്കിനാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ടെർമൈറ്റ്സ് നമുക്ക് വേറെ എന്നൊന്ന് പേരിൽ പറയാം, വൈറ്റ് ആൻസ് എന്നും ടെർമൈറ്റ്സിനെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിഫക്റ്റ് ഡ്യൂ ടു ഇൻസെക്റ്റിൽ 3 ഡിഫക്റ്റാണുള്ളത്: ബീറ്റിൽസ്, അതുപോലെ മറൈൻ ബോറർ, ടെർമൈറ്റ്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് അടുത്ത് നമുക്ക് നോക്കേണ്ടത് ഡിഫക്റ്റ് ഡ്യൂ ടു ഫംഗൈ. ഓക്കെ, ഫംഗൈ മൂലം ഉണ്ടാകുന്ന ഡിഫക്റ്റാണ് നമുക്ക് അടുത്ത് നോക്കേണ്ടത്. അതിൽ ആദ്യത്തേതാണ് ബ്ലൂ സ്റ്റേ.
ഓക്കെ, അതിൽ ആദ്യത്തേതാണ് ബ്ലൂ സ്റ്റെയിൻ. ഈ ഒരു ഫംഗൈ കാരണം ഉണ്ടാകുന്ന ഡിഫക്റ്റിൽ വരുന്നത് അതിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ് അതിൽ പറയുന്നുണ്ട്. മോയ്സ്ചർ കണ്ടൻറ്റ് ഗ്രേറ്റർ ദാൻ മോയ്സ്ചർ കണ്ടൻറ്റ് ഗ്രേറ്റർ ദാൻ 20% വന്നു കഴിഞ്ഞാൽ, ടിമ്പറിൽ മോയ്സ്ചർ കണ്ടൻറ്റ് ഗ്രേറ്റർ ദാൻ 20% ആയിക്കഴിഞ്ഞാൽ അവിടെ ആ ഒരു ഫംഗൈയിൽ ഡിഫക്റ്റ് സംഭവിക്കാൻ കാരണമാകാം. ഓക്കെ, അപ്പോൾ ആ ഒരു മോയ്സ്ചർ കണ്ടൻറ്റിൻ്റെ പെർസെൻറ്റേജ് നോക്കി വെച്ചിരിക്കുക. ഗ്രേറ്റർ ദാൻ 20% മോയ്സ്ചർ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ അവിടെ ഫംഗസ് അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തെ ഡിഫക്റ്റ് നമുക്ക് നോക്കാം. ആദ്യത്തെ ഡിഫക്റ്റാണ് ബ്ലൂ സ്റ്റെയിൻ. ഓക്കെ, ബ്ലൂ സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സാപ്പ് ബ്ലൂ കളറിലോട്ട് ചേഞ്ച് ആവും. ഓക്കെ, അത് ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ഒരു ബ്ലൂ കളറിലോട്ട് സാപ്പ് ചേഞ്ച് ആവും. ഓക്കെ, ആ ഒരു ഡിഫക്റ്റിനെയാണ് നമ്മൾ ബ്ലൂ സ്റ്റെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ രണ്ടാമത്തേതാണ് സാപ്പ് സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ ഈ സാപ്പ് കളർലെസ് ആവും. അതിനെയാണ് നമ്മൾ സാപ്പ് സ്റ്റെയിൻ എന്ന ഡിഫക്റ്റ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബ്ലൂ സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ ഈ ബ്ലൂ സ്റ്റെയിനും സാപ്പ് സ്റ്റെയിനും നിങ്ങൾ കമ്പൈൻ ചെയ്ത് പഠിക്കുക. ഓക്കെ, ബ്ലൂ സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ ബ്ലൂ ആ ഒരു ഇതിൽ തന്നെ കണക്ട് ചെയ്ത് പഠിക്കുക. സാപ്പ് ബ്ലൂ കളറിലോട്ടാകും. അതുപോലെ സാപ്പ് സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ സാപ്പ് കളർലെസ് ആവും, കളർലെസ് ആയി കഴിഞ്ഞാൽ ആ ഒരു ഡിഫക്റ്റിനെയാണ് നമ്മൾ സാപ്പ് സ്റ്റെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്ത് കമ്പൈൻ ചെയ്ത് പഠിക്കേണ്ടതാണ് ഈ ഒരു വെറ്റ് റൂട്ടും ഡ്രൈ റൂട്ടും. ഓക്കെ, അതിനാദ്യം നമുക്ക് വെറ്റ് റൂട്ട് എന്താണെന്ന് നോക്കാം. വെറ്റ് റൂട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫിഗറിൽ കാണുന്നത് പോലെ ഈ ഒരു പോർഷൻ കുറച്ച് വെറ്റാണ്, അതുപോലെ ബാക്കി ഈ ഒരു പോർഷൻസൊക്കെ ഡ്രൈ ആണ്. അതുപോലെ ആൾട്ടർനേറ്റീവായിട്ട് വെറ്റ് ആൻഡ് ഡ്രൈ കണ്ടീഷൻ കാണിക്കുകയാണെങ്കിൽ ആ ഒരു ഡിഫക്റ്റിനെയാണ് നമ്മൾ വെറ്റ് റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വെറ്റ് റൂട്ട് എന്ന് പറഞ്ഞാൽ ആൾട്ടർനേറ്റീവായിട്ട് വെറ്റ് ആൻഡ് ഡ്രൈ കണ്ടീഷൻ കാണിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഡിഫക്റ്റിന് നമ്മൾ വെറ്റ് റൂട്ട് എന്ന് പറയുന്നു. അതുപോലെ ഈ ഒരു വെറ്റ് റൂട്ടിൻ്റെ ഡിഫക്റ്റിൽ ഈ ഒരു ടിമ്പർ ചേഞ്ചസ് ടു ബ്രൗണിഷ് പൗഡർ, ആ ഒരു ബ്രൗണിഷ് പൗഡറിലോട്ട് ടിമ്പർ ചേഞ്ച് ആവും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും ആ ഒരു ബ്രൗണിഷ് പൗഡറിലോട്ട് ആയിട്ടുണ്ട്. ഓക്കെ, ആ ഒരു പൗഡർ ഫോമിലോട്ട് തന്നെ ടിമ്പർ അത് ചേഞ്ച് ആവും. ഓക്കെ, ആ ഒരു ഡിഫക്റ്റിനെയാണ് നമ്മൾ വെറ്റ് റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വെറ്റ് റൂട്ട് എന്ന് 2 പോയിൻ്റ് ഉണ്ട്. ആൾട്ടർനേറ്റീവായിട്ട് വെറ്റ് ആൻഡ് ഡ്രൈ കണ്ടീഷൻ കാണിക്കുന്നതിനെയാണ് നമ്മൾ വെറ്റ് റൂട്ട് എന്ന് പറയുന്നത്. അതുപോലെ ടിമ്പർ ഒരു ബ്രൗണിഷ് പൗഡറിലോട്ട് ചേഞ്ച് ആവും. ആ ഒരു ഡിഫക്റ്റ്, അങ്ങനെയുള്ള ഡിഫക്റ്റിനെയാണ് നമ്മൾ വെറ്റ് റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ രണ്ടാമതാണ് ഡ്രൈ റൂട്ട്. ഓക്കെ, ഡ്രൈ റൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രൈ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഉണങ്ങിയ ഒരവസ്ഥ. ഓക്കെ, അപ്പോൾ ആ ഡ്രൈ റൂട്ട് ആ ഒരു ഡ്രൈയിൽ തന്നെ ഉണ്ട് നമ്മൾ ഈ ഒരു ആബ്സെൻസ് ഓഫ് എയർ അല്ലെങ്കിൽ ലാക്ക് ഓഫ് വെന്റിലേഷൻ. ഡ്രൈ ആയിരിക്കുന്നത് എപ്പോഴാണ്, വെന്റിലേഷൻ ഇല്ലാത്തപ്പോഴും. അതുപോലെ ആബ്സെൻസ് ഓഫ് എയറിൻ്റെ ഇതിനെയാണ് നമ്മൾ ഡ്രൈ എന്ന് പറയാറുള്ളതല്ലേ. സോ അങ്ങനെ ആ ഒരു ആബ്സെൻസ് ഓഫ് എയർ അല്ലെങ്കിൽ ലാക്ക് ഓഫ് വെന്റിലേഷൻ കാരണം ടിമ്പർ ഒരു ഡ്രൈ പൗഡർ ഫോമിലോട്ട് കൺവേർഷൻ ആവും. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിഫക്റ്റിനെയാണ് ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ആ ഒരു ഡിഫക്റ്റിനെയാണ് ഡ്രൈ റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടുത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, അവിടുത്തെ ആ ഒരു പൗഡർ ഫോമിലോട്ട് ആകാനുള്ള കാരണങ്ങളെന്ന് പറയുന്നത് ആബ്സെൻസ് ഓഫ് എയർ ആണ് ഒന്നാമത്തത്. ഓക്കെ, ആബ്സെൻസ് ഓഫ് എയർ, അതുപോലെ തന്നെ ലാക്ക് ഓഫ് വെന്റിലേഷൻ. ഓക്കെ, ആബ്സെൻസ് ഓഫ് എയർ അതുപോലെ തന്നെ ലാക്ക് ഓഫ് വെന്റിലേഷൻ, ഈ 2 കാരണങ്ങൾ കൊണ്ട് ടിമ്പർ എന്ത് ചെയ്യും, ഒരു ഡ്രൈ പൗഡർ ഫോമിലോട്ട് ചേഞ്ച് ആവും. ആ ഒരു ഡിഫക്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡ്രൈ റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഡ്രൈ റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വെറ്റ് റൂട്ടും ഡ്രൈ റൂട്ടും ഓർമ്മിക്കുക. വെറ്റ് റൂട്ട് എന്ന് പറഞ്ഞാൽ ആൾട്ടർനേറ്റീവായിട്ട് ഡ്രൈ ആൻഡ് വെറ്റ് കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ വെറ്റ് റൂട്ട് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ആ ഒരു വെറ്റ് റൂട്ട് ഡിഫക്റ്റിൽ ആ ഒരു ടിമ്പറിനെ ബ്രൗണിഷ് പൗഡറിലോട്ടാണ് ചേഞ്ച് ആവുന്നത്. ഇനി ഡ്രൈ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡ്രൈ റൂട്ട് എന്ന് പറഞ്ഞാൽ ഓർമ്മിക്കുക ഡ്രൈ ആയിരിക്കും. സോ അവിടെ ആബ്സെൻസ് ഓഫ് എയർ ആണ്, അതുപോലെ തന്നെ ലാക്ക് ഓഫ് വെന്റിലേഷൻ, ഈ കാരണങ്ങൾ കാരണം ആ ഒരു ടിമ്പർ ഡ്രൈ പൗഡർ ഫോമിലോട്ട് ചേഞ്ച് ആവും. ആ ഒരു ഡിഫക്റ്റിനെയാണ് നമ്മൾ ഡ്രൈ റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വീഡിയോയിലും പൂർണ്ണമായിട്ട് തന്നെ കാണുക. ഞാനിത് ഈ ഒരു ഫംഗൈ കാരണം ഉണ്ടാകുന്ന ഡിഫക്റ്റ് നിങ്ങൾക്ക് ഒന്ന് പെട്ടെന്ന് ഓർമ്മിക്കാനായിട്ടൊരു കോഡൊക്കെ പറയുന്നുണ്ട് ലാസ്റ്റ്. സോ എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണുക. ദെൻ അടുത്ത ഡിഫക്റ്റാണ് വൈറ്റ് റൂട്ടും. ഈ ഒരു വൈറ്റ് റൂട്ടും ബ്രൗൺ റൂട്ടും നിങ്ങൾ കമ്പൈൻ ചെയ്ത് പഠിക്കുക. ഓക്കെ, വൈറ്റ് റൂട്ടും ബ്രൗൺ റൂട്ടും കമ്പൈൻ ചെയ്ത് പഠിക്കുക. വൈറ്റ് റൂട്ട് എന്ന് പറഞ്ഞാൽ ലിഗ്നിൻ ചേഞ്ചസ് ടു വൈറ്റ് കളർ. ഓക്കെ, ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ഒരു വൈറ്റ് കളറിൽ ചേഞ്ച് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലിഗ്നിൻ ചേഞ്ചസ് ടു, ഓക്കെ,
ലിഗ്നിൻ ചേഞ്ചസ് ടു വൈറ്റ് കളർ ആയാൽ അതിനെ വൈറ്റ് റൂട്ട് എന്ന് പറയുന്നു. അതുപോലെ ബ്രൗൺ റൂട്ട് എന്ന് പറഞ്ഞാൽ സെല്ലുലോസ്. ഓക്കെ, സെല്ലുലോസ് ചേഞ്ചസ് ടു ബ്രൗൺ കളർ ആയിക്കഴിഞ്ഞാൽ അതിനെന്തോന്ന് പറയുന്നു? ബ്രൗൺ റൂട്ട് എന്ന് പറയുന്നു. ഓക്കെ, ഇപ്പോൾ വൈറ്റ് റൂട്ടിൽ ലിഗ്നിനാണ്. ഓക്കെ, ലിഗ്നിനാണ് എന്തോന്നാകുന്നത്? വൈറ്റ് കളർ ആകുന്നത്. ഓക്കെ, ലിഗ്നിൻ ചേഞ്ചസ് ടു വൈറ്റ് കളർ. ബ്രൗൺ റൂട്ടിലാണെങ്കിലോ സെല്ലുലോസ്. ഓക്കെ, സെല്ലുലോസ് ആണ് ഏത് കളർ ആകുന്നത്? ബ്രൗൺ കളർ ആകുന്നത്. ഓക്കെ, അപ്പോൾ വൈറ്റ് റൂട്ടിലാണെങ്കിൽ ലിഗ്നിൻ ചേഞ്ചസ് ടു വൈറ്റ് കളർ ആകുന്നു. ബ്രൗൺ റൂട്ടിലാണെങ്കിൽ സെല്ലുലോസ് ചേഞ്ചസ് ടു ബ്രൗൺ കളർ ആകുന്നു. ഇതിനെയാണ് നമ്മൾ ബ്രൗൺ റൂട്ട് ആൻഡ് വൈറ്റ് റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത് ലാസ്റ്റ് ഈ ഒരു ഫംഗൈ കാരണം ഉണ്ടാകുന്ന ലാസ്റ്റ് ഡിഫക്റ്റാണ് ഹേർട്ട് റൂട്ട്. ഓക്കെ, ഈ ഒരു ഹേർട്ട് റൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ട്രീയിൽ പുതിയതായിട്ട് ഒരു ബ്രാഞ്ച് ഫോം ചെയ്ത് കഴിഞ്ഞാൽ, പുതിയതായിട്ടൊരു ബ്രാഞ്ച് അറ്റ്മോസ്ഫിയറായിട്ട് എക്സ്പോസ് ആയി കഴിഞ്ഞാൽ അവിടെ ഫംഗൈയുടെ അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഫംഗസിൻ്റെ അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഒരു പോർഷനിൽ ഈ ഒരു ഫിഗറിൽ കാണുന്നത് പോലെ ഹോളോ സ്പേസ് ആവും. ഓക്കെ, ഈ ഒരു ഫിഗറിൽ കാണുന്നത് പോലെ ഇതുപോലെ ഒരു ഹോളോ സ്പേസ് അവിടെ ഫോം ചെയ്യും. ആ ഒരു ഡിഫക്റ്റിനെയാണ് ഹേർട്ട് റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഹേർട്ട് റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്ടാ, നമ്മളിപ്പോൾ ഒരു ട്രീയിൽ പുതുതായിട്ട് ഫോം ചെയ്യുന്ന ഒരു ബ്രാഞ്ച്, ഒരു ശാഖ, ഒരു ചില്ല ഫോം ചെയ്യുകയാണെങ്കിൽ അത് ആ ഒരു അറ്റ്മോസ്ഫിയറായിട്ട് എക്സ്പോസ് ആകുന്ന ടൈമിൽ ഫംഗസിൻ്റെ അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഫംഗസിൻ്റെ അറ്റാക്ക് വരുമ്പോഴും ഈ ഒരു ട്രീയുടെ ഈ ഒരു സെൻട്രൽ പോർഷൻ ഹോളോ സ്പേസ് ആയിട്ട് മാറും. ഓക്കെ, ആ ഒരു ഡിഫക്റ്റിനെയാണ്, ആ ഒരു ഇൻസൈഡ് പോർഷൻ ഹോളോ സ്പേസ് ആകുന്ന ഒരു ഡിഫക്റ്റിനെയാണ് ഹേർട്ട് റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഹേർട്ട് റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ആ ഒരു ഫംഗസ് കാരണമുണ്ടാകുന്ന ഡിഫക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഫംഗസ് ഈ ഒരു ഇത്രയും ഡിഫക്റ്റ് നിങ്ങൾ ഓർമ്മിക്കുക. അതുപോലെ തന്നെ അവിടുത്തെ ആ ഒരു മോയ്സ്ചർ കണ്ടൻറ്റ് ഗ്രേറ്റർ ദാൻ 20% വന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ് ഫംഗസിൻ്റെ അറ്റാക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു കോഡ് നമുക്ക് എന്താണെന്ന് നോക്കാം. ഫംഗസിൻ്റെ ഇപ്പം നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുമ്പോൾ ഇത് താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് ഫംഗസ് കാരണം ഉണ്ടാകുന്ന ഡിഫക്റ്റ് എന്ന് പിക്ക് ചെയ്യാനൊക്കെ ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കൺവേർഷൻ മൂലം ഉണ്ടാകുന്നത് ആ ഒരു ക്വസ്റ്റിൻ്റെ ഓപ്ഷനിൽ ഫംഗസ് കാരണം ഉണ്ടാകുന്ന ഡിഫക്റ്റ് ഉണ്ടാവും. അതുപോലെ കൺവേർഷൻ, അതുപോലെ നാച്ചുറൽ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന ഡിഫക്റ്റൊക്കെ ഉണ്ടാകും. ഓക്കെ, അതിൽ ഈ ഒരു ഫംഗസ് കാരണം ഉണ്ടാകുന്ന ഡിഫക്റ്റ് പിക്ക് ചെയ്യാനായിട്ട് ഒരു കോഡ് പറഞ്ഞു തരാം. ഫംഗൈ അന്ന് ബ്ലൂ സാപ്പിൽ. ഓക്കെ, ഫംഗൈ വന്ന് ബ്ലൂ സാപ്പിൽ വൈറ്റ് ആൻഡ് ബ്രൗൺ അടിക്കുമ്പോൾ ഫംഗൈ വന്ന് ബ്ലൂ സാപ്പിൽ വൈറ്റ് ആൻഡ് ബ്രൗൺ അടിക്കുമ്പോൾ ഹേർട്ട് വെറ്റ് ആൻഡ് ഡ്രൈ കണ്ടീഷൻ അല്ലെങ്കിൽ വെറ്റ് ആൻഡ് ഡ്രൈ കാണിച്ചു. ഓക്കെ, അപ്പോൾ കോഡെന്ന് പറയുന്നത് ഇതാണ്. ഫംഗൈ വന്ന് ബ്ലൂ സാപ്പിൽ വൈറ്റ് ആൻഡ് ബ്രൗൺ അടിക്കുമ്പോൾ ഹേർട്ട് വെറ്റ് ആൻഡ് ഡ്രൈ കാണിച്ചു. ഓക്കെ, ഇപ്പോൾ ഈ ഒരു സെൻറ്റൻസ് കൂടി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫംഗസ് കാരണം ഉണ്ടാകുന്ന ഇഫക്റ്റ് എല്ലാം ഒറ്റ ഒരു ഇതിൽ കിട്ടും. ഇതിൽ ഫംഗൈ വന്ന് ബ്ലൂ സാപ്പ് എന്ന് പറയുന്നത് എന്താണ്? ബ്ലൂ സ്റ്റെയിനാണ് അവിടുത്തെ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ ബ്ലൂ സ്റ്റെയിനും സാപ്പ് സ്റ്റെയിനുമാണ് അവിടുത്തെ ഡിഫക്റ്റായിട്ട് വരുന്നത്. ദെൻ വൈറ്റ് ആൻഡ് ബ്രൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈറ്റ് ആൻഡ് ബ്രൗൺ എന്ന് പറഞ്ഞാൽ വൈറ്റ് റൂട്ടും ബ്രൗൺ റൂട്ടും. ഓക്കെ, വൈറ്റ് റൂട്ടും ബ്രൗൺ റൂട്ടും. ദെൻ ഹേർട്ട് എന്ന് പറഞ്ഞാൽ ഹേർട്ട് റൂട്ട്. ഓക്കെ, ഹേർട്ട് റൂട്ട്. ദെൻ വെറ്റ് റൂട്ട്, അതുപോലെ തന്നെ ഡ്രൈ റൂട്ട്. ഓക്കെ, ഇത്രയും ഡിഫക്റ്റ്. ആ ഒരു 7 ഡിഫക്റ്റും നമുക്ക് ഈ ഒരു സെൻറ്റൻസ് വഴി നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും പെട്ടെന്ന്. ഓക്കെ, അപ്പോൾ കോഡ് ഇതാണ്. ഫംഗൈ വന്ന് ബ്ലൂ സാപ്പിൽ വൈറ്റ് ആൻഡ് ബ്രൗൺ അടിക്കുമ്പോൾ ഹേർട്ട് വെറ്റ് ആൻഡ് ഡ്രൈ കാണിച്ചു, അല്ലെങ്കിൽ വെറ്റ് ആൻഡ് ഡ്രൈ കണ്ടീഷൻ കാണിച്ചു. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മിച്ച് വെച്ചിരിക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ബ്ലൂ സാപ്പ്, അതുപോലെ തന്നെ ബ്ലൂ സ്റ്റെയിൻ, അതുപോലെ സാപ്പ് സ്റ്റെയിൻ, ദെൻ വൈറ്റ് റൂട്ട്, ബ്രൗൺ റൂട്ട്, വെറ്റ് റൂട്ട്, ഡ്രൈ റൂട്ട്, ഹേർട്ട് റൂട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ ഓർമ്മിച്ച് വെച്ചിരിക്കുക.
അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡിഫക്റ്റ് നമ്മൾ ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ പഠിക്കുക. താങ്ക് യു.